അപ്പോൾ നിങ്ങളെല്ലാവരും തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഞാനൊരു സ്പാനിഷ് ഓംലെറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായ വെജിറ്റബിൾസ് നോക്കാം നമുക്ക്. ആദ്യം തന്നെ ഒരു കപ്പ് ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കപ്പ് കാബേജ്, ഒരു കപ്പ് പൊട്ടാറ്റോ, ഇവ മൂന്നും ചെറുതായിട്ട് ക്യൂബിക്കായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പാത്രം ഒന്ന് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആദ്യം തന്നെ ഇതിലേക്ക് പൊട്ടാറ്റോ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ പൊട്ടാറ്റോ ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ ആദ്യം തന്നെ ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൊട്ടറ്റോ കുറച്ച് വേവ് കൂടുതലാണ്. അപ്പോൾ ഒന്ന് സോഫ്റ്റായിട്ട് ഈ പൊട്ടറ്റോ ഒന്ന് സോഫ്റ്റായിട്ട് വരണം. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ പൊട്ടാറ്റോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ക്യാബേജും കൂടി ഇട്ട് കൊടുക്കാം. ക്യാബേജും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. വേറെ പൊടികളൊന്നും ഇതിൽ ചേർക്കുന്നില്ല നമ്മൾ. അപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓംലെറ്റിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾസ് കൂടുതൽ കുക്കാവേണ്ട ആവശ്യമില്ല, ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്കിനി എങ്ങനെ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനൊരു 3 മുട്ട വെച്ചിട്ടാണ് ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്, വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വേറെ പൊടികൾ ആവശ്യമില്ല. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം മുട്ടയിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇതേപോലുള്ളൊരു പാത്രം വെച്ചിട്ടാണ് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ പാൻ വെച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ പാത്രം ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ മുട്ട അടിച്ചു വെച്ചിട്ടില്ലേ, അതിന് ഒരു 1/4 ഭാഗം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. മൊസറല്ല ചീസ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ ബാക്കി വെച്ച മുട്ടയും കൂടി വെച്ച് കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് ലോ ഫ്ലെയിം ഇട്ടിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ തന്നെ ഇത് കുക്കായിട്ട് വന്നോളൂ. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ മേൽഭാഗത്ത് കുക്കാവാനുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയെന്ന് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം കുക്കാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പാനിഷ് ഓംലെറ്റ് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പ്രത്യേകിച്ചിട്ട് ഓംലെറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നന്നായിട്ട് ഇഷ്ടമാവും. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇതേപോലെ ഉണ്ടാക്കിയാൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല, ഇത് മാത്രം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.